മക്കൾക്ക് സുഖമല്ലേ? ഉമ്മ എവിടെ? ഹർറാൻ മോൻ എവിടെ? വാ വേഗം വാ. റെഡിയാണോ? അതെ, വരുന്നു. ഓക്കെ, പിടിച്ചോ. ബാപ്പാ, നമ്മളെവിടെ പോന്നേ? ബാപ്പന്റെ ചങ്ങായിന്റെ സാധനം കൊടുക്കാൻ പോകുന്നത്. ചങ്ങായിന്റെ സ്ഥലം ഏടെ ബാപ്പാ? കുറേ ദൂരമുണ്ട് ബാപ്പാ. സുല്ലയിലാണ് മോളെ. 60 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ്. ബാപ്പ ഹെൽമെറ്റ് എടുക്കാൻ മറന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? പോലീസ് ചെക്കിങ്ങിനുണ്ടാവും. ഒരു പ്രശ്നമില്ല ബാപ്പ, നമുക്ക് പോകാം. പഴയ ബസ് സ്റ്റാൻഡ് എത്തി. നല്ല തിരക്കാണല്ലോ ബാപ്പ. ബാപ്പ, പോലീസിന് എന്ത് ചെയ്യുന്ന? നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചില്ല. ഹെൽമെറ്റ് എവിടെ? അത് സാർ ഞങ്ങൾ മറന്നു. അതെ സാർ, ക്ഷമിക്കണം. ഓഹോ, രണ്ടുപേരും ഹെൽമെറ്റ് ഇല്ല. എങ്ങോട്ടാണ്? ഞാൻ ഇന്നലെ ദുബായിൽ നിന്ന് വന്നതാണ്. ചങ്ങായിന്റെ സാധനം കൊടുക്കാൻ സുല്യ പോകുന്നത് പെട്ടെന്നായത് കൊണ്ട് മറന്നുപോയി സാർ. ജാക്കറ്റും തൊപ്പിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുക്കാൻ മറന്നില്ലല്ലേ? ഹെൽമെറ്റ് മാത്രം മറന്നു. കുട്ടിക്ക് ഓർമ്മിച്ചുകൂടായിരുന്നോ? ബാപ്പ ദുബായിന്ന് വന്ന സന്തോഷത്തില് ഞാനും മറന്നു സാറ്. സ്കൂളിൽ ടീച്ചർ മറവിക്ക് എന്തോ മറന്നു കൊടുക്കാറുണ്ടല്ലോ കുട്ടി. ആ മറന്ന് എന്താണ്? ചൂരൽ കഷായം. പോലീസുകാർ കൊടുക്കുന്ന മറന്ന് ഫൈനാണ്. 2000 രൂപ ഫൈൻ അടച്ചു പോയിക്കോ. പ്ലീസ് സർ, ഇനി ആവർത്തിക്കില്ല. അതൊന്നും തരേണ്ട കാര്യമില്ല, ഫൈൻ അടക്കണം. ബാപ്പാന്റെ 2000 വെറുതെ പോയി മോളെ. ബാപ്പ അടിപൊളി. പോകുന്ന വഴിയൊക്കെ സൂപ്പർ ആണല്ലോ. അതെ, നല്ല രസമായിരിക്കുന്നു. എന്താ രസം? നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് മുന്നോട്ട് പോകാം. ബാപ്പ, എന്ത് രസമല്ലേ? ചെറിയ വീട്. വാവ്, സൂപ്പർ. നിങ്ങളുടെ മോനും ഞാനും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അകത്ത് കരു മോനെ. ചായ കുടിച്ചിട്ട് പോവാം മോനെ. വേണ്ട, ഞങ്ങൾക്ക് കാസർഗോഡ് എത്തണം. മോനെ, ഇപ്പോൾ ഈ കുട്ടിയെയും കൊണ്ടുപോണ്ട. സമയം കുറെ വൈകി. ഇന്നിവിടെ താമസിക്കാം. നാളെ രാവിലെ പോകാം. വേണ്ട, അവിടെ ഉമ്മ പേടിച്ചു പോകും. മോനെ, നിങ്ങൾ പോകുമ്പോൾ ഫോറസ്റ്റ് വഴി പോകേണ്ട. മറ്റേ വഴി പോയിക്കോ. കാരണം 2 ആഴ്ച മുമ്പ് കടുവ ഒരാളെ കൊന്നിട്ടുണ്ട്. ഫോറസ്റ്റ് വഴി ആകുമ്പോൾ 25 കിലോമീറ്റർ ലാഭം കിട്ടും. ഇല്ലെങ്കിൽ 1 മണിക്കൂർ അധികം ഓടണം. പിന്നെ മറ്റേ റോഡ് വളരെ മോശമാണ്. ഞങ്ങൾ വന്നത് അതുവഴിയാണ്. മോനെ, വൈകുന്നേരം 6 മണിക്ക് ശേഷം ആരും അതിലെ പോകാറില്ല. വിജനമായ കാടാണത്. ഇടയ്ക്കിടയ്ക്ക് ആനയും ഇറങ്ങാറുണ്ട്. അതിഭയാനകരമായ കാടാണത്. അതെ ഉമ്മ, ഞാൻ മനസ്സിലാക്കി. കുറെ വൈകി, ഞങ്ങൾ പോകട്ടെ. ശ്രദ്ധിച്ചു പോകണം മോനെ. മോളെ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അങ്കിൾ, ടാറ്റാ. മോളെ, നമുക്ക് ഫോറസ്റ്റ് വഴി പോകാം. പേടിച്ചിട്ട് പോകാൻ നല്ല രസമുണ്ടാകും. വേണ്ട ബാപ്പ, എനിക്ക് പേടിയാണ്. നീ എന്തിനു പേടിക്കുന്ന? ബാപ്പല്ലേ, ധൈര്യമായിട്ടിരിക്കേ. പുലി നമ്മുടെ മുകളിലേക്ക് ചാടിയാൽ ബാപ്പ എന്ത് ചെയ്യും? ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്. പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്യാം. ബാപ്പാന്റെ കയ്യിലുള്ളത് ഈ ബുള്ളറ്റാണ്. ഇവനെ ബാപ്പ പറപ്പിക്കും. പുലിയല്ല. ഇനി എന്തു തന്നെ വന്നാലും ഇവന് ഉള്ളയിടത്തോളം നമ്മളെ പുലിക്ക് തൊടാൻ പോലും പറ്റില്ല. ബാപ്പാന്റെ ധൈര്യത്തിലാണ് ഞാൻ വരുന്നത്. ഇത് വളരെ സന്തോഷം തരുന്നു. കൂടുതൽ ദൂരം പോകാം. ബാപ്പ, കുറച്ച് മെല്ലെ പോ. എനിക്ക് പേടിയാണ്. പാലം പൊളിഞ്ഞു പോയാലോ? ഭയക്കണ്ട മോളെ, ഞാനുണ്ടല്ലോ. ബാപ്പ, നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഇനി കൂടിക്കൊണ്ടു പോകും. ബാപ്പ, മരങ്ങൾ പന്തലിട്ട പോലെയുണ്ട്. നോക്കിയ കാണാൻ നല്ല ചേലയുണ്ട്. അതെ മോളെ, പറയാൻ വാക്കുകളില്ല. വാവ്, സൂപ്പർ സൂപ്പർ. മഞ്ഞക്കിടയിലൂടെ പോകാൻ. വാവ്, എന്താ രസം ബാപ്പ. നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുമുണ്ട്. നല്ല മഞ്ഞുണ്ട്. വാവ്, എന്താ രസം ബാപ്പ. ബാപ്പ, ഇത് തമിഴ്നാടാ. ഇത് വാൽപ്പാറ റോഡ് പോലെ ഉണ്ടല്ലേ ബാപ്പ? ശരിയാണ് മോലെ, എന്ത് രസമല്ലേ കാണാൻ. ഉദാ, ഈ ചുരം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് പേടിപ്പെടുത്തുന്ന ത്രില്ലടിപ്പിക്കുന്ന കൊടും കാടാണ്. പേടിക്കാൻ റെഡി ആയിക്കോ. ബാപ്പ, എന്ത് രസം ആകാശം നോക്കിയ നല്ല കളർഫുൾ ആയിട്ട്. വാവ്, സൂപ്പർ ബാപ്പ. ഹുദ, വിജനമായ കൊടുങ്കാട് എത്താറായി. വേണ്ട ബാപ്പ, പോകേണ്ട. നമുക്ക് തിരിച്ചു പോകാൻ എനിക്ക് പേടിയാകുന്നു. ബാപ്പ, ബോർഡ് കണ്ട? വേണ്ട ബാപ്പ, ഇതിലൂടെ പോകേണ്ട. എനിക്ക് നല്ല പേടിയായിട്ടാണ്.
ഹുദ സമയം എത്രയായി? 5:40. ഹുദ 6 മണിക്ക്. ഇനി 20 മിനിറ്റ് ബാക്കിയുണ്ട്, നമുക്ക് പോകാം. വേണ ബാപ്പ, നമുക്ക് തിരിച്ചു പോകാം. വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട്. മക്കൾ എവിടെയാ പോകുന്നത്? ഇത് പുലികളൊക്കെ ഉള്ള കാടാണ്. ആന, കാട്ടുപോത്തൊക്കെ ഉള്ള കൊടുങ്കാടാണ്. ശ്രദ്ധിച്ചു പോകണം. ഞങ്ങൾ കാസർഗോഡ് പോകുന്നത്. ഞങ്ങൾ എവിടെ നിർത്തില്ല. സൂക്ഷിച്ചു പോകാം. ഞങ്ങൾ പോട്ടെ. ബാപ്പ, ആ വയസ്സായ പെണ്ണുങ്ങളാ കാണുമ്പോൾ തന്നെ പേടിയാണ്. അവരുടെ വീട് എവിടെ ബാപ്പ? ഈ കാടിനുള്ളിൽ അവരെന്ത് ചെയ്യുന്നേ? അതാണ് ബാപ്പാഹും ആലോചിക്കുന്നത്. അവർ ഈ കാട്ടിൽ എന്ത് ചെയ്യുന്നു എന്ന്. ചിലപ്പോൾ ആദിവാസിയായിരിക്കും, കാട്ടിന്റെ അകത്ത് താമസിക്കുന്നവർ. ബാപ്പ, എനിക്കെന്തോ പേടിയാണ്. മൊബൈലാണെങ്കിൽ റേഞ്ച് ഇല്ല. നമ്മൾ തിരിച്ചു ബാപ്പാന്റെ ചങ്ങായിന്റെ പുറക്കെന്നെ പോകാ ബാപ്പ. ഹുദ, നീ പേടിക്കേണ്ട. പേടിച്ച് കാട്ടിലൂടെ പോകാനുള്ള രസമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. ഈ കാട്ടിൽ നമ്മൾ 2 പേര് മാത്രം. ബാപ്പ മാൻ കൂട്ടാ. വാവ്, സൂപ്പർ ബാപ്പ. ഉദാ, ഇത് നോക്കിയിരുന്ന ഉദാ, നോക്കിയിരു. എന്തുതാ ഇത്? ഇതെല്ലാം ജീവിതത്തിൽ നമുക്ക് കിട്ടുമോ ഇങ്ങനത്തെ സീനറി? ആ മഞ്ഞിന്റെ ഇടയിലും മാന് പായിന് നോക്കണ ഉദാ. ഓ, അടിപൊളി. ബാപ്പ കാട്ടുപോത്തു, അത് കുത്തും ബാപ്പ. മെല്ലെ പോ. അതേ മോളെ, ഞാൻ നിർത്തുന്നു. അത് കടന്നു പോകട്ടെ. ശരി, ഇനി പോകാം. ഹുദ, തമ്പാച്ചിനെ കണ്ട? എന്ത് രസമല്ലേ കാണാൻ. തമ്പാച്ചു, അതെന്താ ബാപ്പ? ഓദ, അങ്ങ് ദൂരെ തമ്പാച്ചു. അത് ചന്ദ്രനാണ് ബാപ്പ. ബാപ്പാന്റെ പണ്ടത്തെ ഓരോ ഭാഷ കേൾക്കുമ്പോൾ ചിരി വരുന്നു. അതങ്ങനെയാണ് മോളെ. ഇന്നും അത് മാറിയിട്ടില്ല. ശരിയാണ്, പയതാണുള്ളത്. ബാപ്പ വീണ്ടും കാട്ടുപോത്ത്. പേടിക്കേണ്ട, അതൊന്നും ചെയ്യില്ല മോളെ. ബാപ്പ, നീ എത്ര കിലോമീറ്റർ ഉണ്ട്? 44 കിലോമീറ്റർ. എന്ത് കാടാണ് ബാപ്പ? കാണുമ്പോൾ പേടിയാണ്. ബാപ്പ, ആനകൂട്ടം, വേഗം തിരിച്ചു പോകാം ബാപ്പ. മോളെ, കൂട്ടത്തോടെ വരുന്ന ആനകൾ നമ്മളെ ഒന്നും ചെയ്യില്ല. അത് സൈഡിലൂടെ പോയിക്കോളും. കൂട്ടത്തോടെ വരുന്ന ആനകളൊന്നും ചെയ്യില്ല. ഒട്ടയാനെ സൂക്ഷിക്കണം, അത് ആക്രമിക്കും. ഒട്ടയാനെന്ന് പറഞ്ഞെന്താ ബാപ്പ? ആന ഒട്ടൊക്കെ വരുന്നില്ലേ, അതിനെയാണ് ഒട്ടയാനെന്ന് പറയുന്നത്. ആരുടെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാപ്പനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ഈ കാട്ടിലൂടെ പറഞ്ഞാണ് ബാപ്പാന്റെ ഒട്ട വാശി. ഇനി നമുക്കൊക്കെ ഈ കാട്ടിലൂടെ പോണ്ട. ബാപ്പാന്റെ ചങ്ങായിന്റെ പുറക്ക് പോയി ആടിന് കാലത്തെ പോകാ. ഹുദ, ബാപ്പ ജീവിതത്തിൽ ഇത്ര അധികം പേടിച്ചിട്ടില്ല. നമുക്ക് ചങ്ങായിന്റെ പുറക്കന്നെ പോകാം. ബാപ്പാന്റെ എല്ലാ ധൈര്യം പോയി. ബാപ്പ, ഞാൻ വിചാരിച്ച് ആന നമ്മളെ പിടിച്ചൂന്ന്. ആനയുടെ തുമ്പികന്റെ മേൽ മുട്ടീന് ബാപ്പ. ഇപ്പോഴും എന്റെ നെഞ്ചി അടിക്കുന്നുണ്ട് ബാപ്പ. എല്ലാം ശരിയാകും, നീ ധൈര്യമായിരിക്കൂ. മോളെ ബേജാറാക്കേണ്ട. ബാപ്പാന്റെ തെരത്താണ്. ഒരിക്കലും ബാപ്പ ഇതിലെ വരാൻ പാടില്ലായിരുന്നു. മോള് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും. ബാപ്പ, നിർത്തണ്ട. ഇത് നമ്മ ഫസ്റ്റ് കണ്ട വയസ്സായ പെണ്ണുങ്ങളാണ്. ബാപ്പ, അത് മനുഷ്യനല്ല, പ്രേതമാണ്. ബാപ്പ സ്പീഡ് പോ. എനിക്ക് പേടിച്ചിട്ട് കഴിയുന്നില്ല ബാപ്പ. മോളെ, ശരിയാണ്, അത് പ്രേതം തന്നെയാണ്. കാടിന്റെ തുടക്കത്തിൽ നമ്മളോട് സംസാരിച്ച അതേ സ്ത്രീ. ബാപ്പാന്റെ മുഴുവൻ കൺട്രോളിൽ പോയി മോളെ. എത്രയും പെട്ടെന്ന് വാപ്പാന്റെ ചങ്ങായിന്റെ പുറകെത്താൻ നോക്ക. മോള് ധൈര്യത്തിലേക്ക്. ഹുദായി കാട് കഴിയാൻ ഇനി വരും 5 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ബാപ്പാന്റെ കൈയും കാലും ഒക്കെ വരക്കുന്നു. ഹുദ, നീ ബാക്കിലേക്ക് നോക്കിയ സ്ത്രീ എവിടെ ഉണ്ടാൻ? എനിക്ക് പേടിയാണ്. ഞാൻ ബാക്കിലേക്ക് നോക്കില്ല. ബാപ്പ, മുമ്പിൽ ആ സ്ത്രീ.
എഴുന്നേൽക്കാൻ ശ്രമിക്കണോ? നിൽക്കൂ, ഞങ്ങൾ സഹായിക്കാം. ആക്സിഡന്റ് ഉണ്ടായി. നിങ്ങളൊക്കെയല്ലേ? മോളൊക്കെയാണോ? ഞങ്ങളൊക്കെയാണ് സാർ. ഞങ്ങളൊക്കെയാണ് സർ. എന്താണ് ശരിക്കും സംഭവിച്ചത്? സാർ, ഒരു വയസ്സായ പെണ്ണുങ്ങള് പേടിപ്പിക്കുന്ന രൂപത്തില് ഞങ്ങളെ ബൈക്കിന് കൈ കാണിച്ച് ഞങ്ങൾ നിർത്തിയില്ല. സർ, ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അതേ സ്ത്രീ ഞങ്ങളുടെ ബൈക്കിന്റെ മുമ്പിൽ ഭയാനകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല സർ. അത് മനുഷ്യനല്ല സർ, പ്രേതമാണ്. ഇപ്പോഴും എന്റെ നെഞ്ച് അടിക്കുന്നുണ്ട് സർ. അതാണ് പേച്ചി, 5 വർഷം മുമ്പ് മരണപ്പെട്ടുപോയ കാട്ടുവാശിയായ സ്ത്രീ. ആ സ്ത്രീയുടെ പ്രേതം ഈ കാട്ടിൽ രാത്രിയിൽ അലയുന്നുണ്ട്. നിങ്ങൾ കണ്ട പേച്ചി ഇതുവരെ ഈ കാടിനുള്ളിൽ പേടിപ്പിച്ചു ആക്സിഡന്റ് ആക്കിയിട്ട് 7 പേരെ കൊന്നിട്ടുണ്ട്. എല്ലാവരും മരിച്ചത് ബൈക്ക് യാത്രക്കാർ മാത്രം. ദൈവത്തോട് നന്ദി പറയൂ, നിങ്ങൾ മാത്രമാണ് പേച്ചിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. നിങ്ങൾ വരുന്ന വഴിയിൽ വലിയ ബോർഡ് കണ്ടില്ലേ? വൈകുന്നേരം 10 മണിക്ക് ശേഷം ഇതിലാ വരാൻ പാടില്ലെന്ന്. കണ്ടു സർ. സോറി സർ, ഒരു ആവേശത്തിൽ വന്നുപോയതാണ്. ഇത്രയും അപകടമാണ് ഈ കാട് ഞാൻ വിചാരില്ല. നിങ്ങൾ എന്താ അച്ഛനാണ്? ഈ പാവം മകളെ നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നില്ലോ? ഉദമോളെ, ബാപ്പനോട് മാപ്പ് ചെയ്യണം. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ. സാരമില്ല ബാപ്പ. ഏതമൃതം തോൽക്കുമേ തേനിനെ നീ ബുള്ളറ്റ് ഞങ്ങൾ കൊണ്ടുവരാം. ഈ അവസ്ഥയിൽ നിങ്ങൾ ഓട്ടേണ്ട. ഇന്ന് ടൗണിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയി നാളെ പോയാൽ മതി. ശരി സാർ. എന്നോയിരിൻ രാഗവും താളവുമായി എന്നുമെൻ കണ്ണനെ ഞാൻ പോറ്റിടാം. പൊന്നു പോലെ കാത്തിടാം. പുന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. വീഴല്ലേ തേനേ, വാടല്ലേ പൂവേ, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം. ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം. പൂക്കാലം പൂജപ്പൂ നീ, പൂജിപ്പൂ ഞാൻ. പന്നീരും തേനും കണ്ണീരായി താനേ. ഞാൻ കരീം ചൂരി. AI ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയത് ഞാനാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.